നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് റെയിൽവേ മെയിൻ ഗേറ്റ് ഒടിഞ്ഞു വീണു. ലോറി ഇടിച്ചതിനെ തുടർന്നാണ് റെയിൽവേ ഗേറ്റ് തകരാറിലായത്. ദേശീയപാത കൊളത്തൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസും KSRTC സ്വിഫ്റ്റ് ബസും കൂട്ടിയിടിച്ച് 3 തീർത്ഥാടകർക്ക് പരിക്ക്. കൃഷിസ്ഥലം മാറിയിട്ടും കാട്ടാന ശല്യം വിടാതെ പിന്തുടർന്നതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിൽ മറ്റത്തൂരിലെ കർഷകൻ. പ്രസിദ്ധമായ കൊടകര ഷഷ്ഠി ശനിയാഴ്ച ആഘോഷിക്കും. ഷഷ്ഠികളുടെ ഷഷ്ഠി എന്നറിയപ്പെടുന്ന കൊടകരയുടെ ദേശീയ ഉത്സവം അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കങ്ങൾ തട്ടകത്ത് പൂർത്തിയായി കഴിഞ്ഞു. സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയറിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽക്കാൽ നാട്ടൽ തിങ്കളാഴ്ച വൈകിട്ട് 4-ന് ആമ്പല്ലൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊളത്തൂർ കൊളുത്തുക്കാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിന്റെയും ഗോശാല കൃഷ്ണന്റെയും ശിലാസ്ഥാപനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് റെയിൽവേ മെയിൻ ഗേറ്റ് ഒടിഞ്ഞു വീണു. ലോറി ഇടിച്ചതിനെ തുടർന്നാണ് റെയിൽവേ ഗേറ്റ് തകരാറിലായത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു സംഭവം. ഗേറ്റ് തകരാറിലായതോടെ യാത്രക്കാർ ഏറെ ദുരിതം അനുഭവിച്ചു. പുതുക്കാട് നിന്ന് ഊരകം ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള റോഡ് ഗതാഗതം മുടങ്ങി. റെയിൽവേ അധികൃതർ ഗേറ്റ് തകരാറിലാണെന്ന അറിയിപ്പ് സ്ഥാപിക്കാത്തതിനാൽ ഗേറ്റ് തുറക്കുമെന്ന് പ്രതീക്ഷിച്ച് അരമണിക്കൂറോളം യാത്രക്കാർ കാത്തുനിന്നത് പ്രതിഷേധത്തിനിടയാക്കി. ഇവിടെ വാഹനമിടിച്ച് ഗേറ്റ് തകരാറിലാകുന്നത് പതിവാണ്. ഗേറ്റ് അടയ്ക്കുന്നതിനിടെ അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ തിടുക്കപ്പെട്ട റെയിൽവേ പാത മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതാണ് അപകടത്തിനിടയാക്കുന്നതെന്ന് ആരോപണമുയരുന്നു. 4 മണിക്കൂറിന് ശേഷമാണ് ഗേറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ദേശീയപാത കൊളത്തൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും KSRTC സ്വിഫ്റ്റ് ബസും കൂട്ടിയിടിച്ച് 3 തീർത്ഥാടകർക്ക് പരിക്കേറ്റു. ദേശീയപാത കൊളത്തൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും KSRTC സ്വിഫ്റ്റ് ബസും കൂട്ടിയിടിച്ച് 3 തീർത്ഥാടകർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. റോഡിന് ഇടതുവശത്തു നിന്നും മറ്റൊരു KSRTC ബസ് ദേശീയപാതയിലേക്ക് കയറുന്നതിനിടെ ബസിൽ ഇടിക്കാതിരിക്കാനായി സ്വിഫ്റ്റ് ബസ് ബ്രേക്ക് ഇട്ടതാണ് അപകട കാരണം. ഇതോടെ സ്വിഫ്റ്റ് ബസിന് പുറകിലുണ്ടായിരുന്ന ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം പുറകിലിടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ആഴ്ചയും ഇവിടെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും KSRTC ബസും കൂട്ടിയിടിച്ച് അപകടം നടന്നിരുന്നു. കൃഷിസ്ഥലം മാറിയിട്ടും കാട്ടാന ശല്യം വിടാതെ പിന്തുടർന്നതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിൽ മറ്റത്തൂരിലെ കർഷകൻ. കാട്ടാന ശല്യം മൂലം ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിലെ തന്റെ കൃഷി ഉപേക്ഷിച്ച് മുപ്ലിയിലെത്തിയ കർഷകനാണ് കാട്ടാന ശല്യം സ്ഥിരം തലവേദനയാകുന്നത്. കൃഷിസ്ഥലം മാറിയിട്ടും കാട്ടാന ശല്യം വിടാതെ പിന്തുടർന്നതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിൽ മറ്റത്തൂരിലെ കർഷകൻ. കാട്ടാന ശല്യം മൂലം ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിലെ തന്റെ കൃഷി ഉപേക്ഷിച്ച് മുപ്ലിയിലെത്തിയ കർഷകനാണ് കാട്ടാന ശല്യം സ്ഥിരം തലവേദനയാകുന്നത്. മുപ്ലി കളത്തിങ്കൽ ഡേവിസിനാണ് ഈ ദുർഗതി. കൃഷിയിടത്തിലെ 200ഓളം വാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. ഡേവിസിന്റെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത 2000 വാഴകളിൽ 600 വാഴകളും മുണ്ടാടൻ ബാബുവിന്റെയും കൂനാമ്പ്രം ജോർജിന്റെയും വാഴകളും കഴിഞ്ഞ ദിവസങ്ങളിലായി ആനകൾ നശിപ്പിച്ചിരുന്നതായി കർഷകർ പറഞ്ഞു. കടം വാങ്ങിയും ലോൺ എടുത്തും കൃഷി ചെയ്ത കർഷകരെ അടിക്കടിക്കുണ്ടാകുന്ന കൃഷിനാശം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു. കാട്ടാന ശല്യം ഒഴിവാക്കാൻ സോളാർ ഫെൻസിംഗ് വേലികൾ സ്ഥാപിക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ പാട്ടത്തിനെടുത്ത 300 വാഴകൾ കൃഷി ചെയ്ത കർഷകൻ ഡേവിസ് അവിടെയും ആനകൾ കയറി കൃഷി നശിപ്പിച്ചപ്പോൾ കൃഷി ഉപേക്ഷിച്ചു പോരുകയായിരുന്നു. കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് മലയോര മേഖലകളിൽ കർഷകരെന്നും MLAയും MPയും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ആവശ്യപ്പെട്ടു. ഇതെങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്നുള്ളത് സർക്കാർ ഇടപെടണം. ഇവിടെ MLAയും MPയും ഈ വിഷയത്തിലൊരു മറുപടി പറയണം. ജനങ്ങളോടൊരു മറുപടി പറയണം. ഇതിനൊരു ഇടപെടലുകൾ ഉണ്ടാവണം. ഇവിടെ ഉദ്യോഗസ്ഥരടക്കം കൈമലർത്തിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആരോടാണ് പരാതി പറയുക? ഈ ഒരു വലിയൊരു ദുരന്തത്തിന് ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കുകയാണ്.
നമ്മളിവിടെ എത്രയോ ഒരു 500-600ഓളം വാഴ ഇതിനകം ഇവിടെ പോയതിലൂടെ കാണുന്നത്. നിരന്തരം പത്ര റിപ്പോർട്ടുകളിലൂടെ ഒക്കെ ഇവിടെ വരുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ട്. ഇവിടെ വരുന്ന വാഴകൾ നശിപ്പിക്കുമ്പോഴൊക്കെ വന്ന് പത്ര റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു പരിഹാരമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പ്രസിദ്ധമായ കൊടകര ഷഷ്ടി ശനിയാഴ്ച ആഘോഷിക്കും. ഷഷ്ടികളുടെ ഷഷ്ടി എന്നറിയപ്പെടുന്ന കൊടകരയുടെ ദേശീയ ഉത്സവം അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കങ്ങൾ തട്ടകത്ത് പൂർത്തിയായി കഴിഞ്ഞു. പൂന്നിലാർക്കാവ് ദേവീക്ഷേത്രത്തിന്റെ കീഴടമായ കുന്നത്തിരുക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഷഷ്ടി ആഘോഷം നടക്കുന്നത്. എന്നാൽ ആഘോഷത്തിന്റെ ഭാഗമായുള്ള കാവടിയാട്ടത്തിന് വേദിയാകുന്നത് പൂന്നിലാർക്കാവ് ദേവീക്ഷേത്ര മൈതാനമാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000 ശനിയാഴ്ച കൊടകരയിലെത്തും. പുലർച്ചെ 4 മണിയോടെ പൂന്നിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച അഭിഷേക ദ്രവ്യങ്ങളുമായി കുന്നിൻ മുകളിലുള്ള കുന്നത്തിരുക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് അഭിഷേക സംഘം പുറപ്പെടുന്നതോടെയാണ് ഷഷ്ടി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. പാൽ, പനിനീര്, കളഭം, പഞ്ചാമൃതം എന്നീ അഭിഷേക ദ്രവ്യങ്ങളുമായി ക്ഷേത്രം ഊരാളനും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ദേവസ്വം ഭാരവാഹികളും അടങ്ങുന്ന അഭിഷേക സംഘം കുന്നത്തിരുക്കോവിലെത്തിയാൽ ഉടൻ അഭിഷേക ചടങ്ങ് നടക്കും. ഭക്തജനങ്ങളുടെ വക അഭിഷേകങ്ങൾ തുടർന്ന് നടക്കും. രാവിലെ 9 മണിയോടെ വിവിധ കാവടി സമാജങ്ങളിൽ നിന്ന് കാവടി ഘോഷയാത്രകൾ പുറപ്പെടും. 19 കാവടി സെറ്റുകളാണ് ഇക്കുറി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. ഉച്ചയോടെ പൂന്നിലാർക്കാവ് ക്ഷേത്ര മൈതാനത്തെത്തുന്ന കാവടി സെറ്റുകളെ ആതിഥേയരായ കാവിൽ കരയോഗം സെറ്റ് ആചാരപ്രകാരം സ്വീകരിച്ച് ക്ഷേത്ര നടയിലേക്ക് ആനയിക്കും. തുടർന്ന് പൂന്നിലാർക്കാവ് മൈതാനിയിൽ കാവടിയാട്ടം നടക്കും. ശനിയാഴ്ച വൈകുന്നേരം പൂന്നിലാർക്കാവിൽ നിന്ന് ചെട്ടിവാദ്യത്തിന്റെ അകമ്പടിയോടെ കുന്നത്തിരുക്കോവിൽ ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന ഭസ്മക്കാവടി എഴുന്നള്ളിപ്പ് ഷഷ്ടി ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ്. രാത്രിയിലും കാവടി ഘോഷയാത്ര നടക്കും. ഞായറാഴ്ച പുലർച്ചെ വരെ കാവടിയാട്ടമുണ്ടാകും. സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയറിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ തിങ്കളാഴ്ച വൈകിട്ട് 4-ന് ആമ്പല്ലൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് അറിയിച്ചു. ഡിസംബർ 27, 28, 29 തീയതികളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ വിവിധ തരം എക്സ്പോകൾ, പുസ്തകലോകം തുടങ്ങി വിവിധങ്ങളായ പ്രദർശനങ്ങളും ഇവന്റുകളും സംഘടിപ്പിക്കുന്നു. അവയ്ക്കെല്ലാം ആവശ്യമായ വിപുലമായ സംവിധാനങ്ങളോടെ ഒരുങ്ങുന്ന പന്തലുകൾക്കാണ് തിങ്കളാഴ്ച കാൽനാട്ടുന്നത്. പരിപാടിയോടനുബന്ധിച്ച് സമ്മേളനത്തിന്റെ സമ്പൂർണ്ണ വളണ്ടിയർ സംഗമവും നഗരിയിൽ നടക്കും. 9 കേന്ദ്രങ്ങളിൽ പ്രത്യേകം നിശ്ചയിച്ച് നൽകിയ മഖാമുകളിലെ സിയാറത്തിനു ശേഷം സംഘമായാണ് പ്രവർത്തകരും നേതാക്കളും സമ്മേളന നഗരിയിലേക്ക് വരുന്നത്. കൊടുങ്ങല്ലൂർ മേഖലയിലുള്ളവർ ചേരമാൻ മസ്ജിദിൽ നിന്നും, കയ്പമംഗലത്തുള്ളവർ കരീം ഹാജിയുടെ മഖാമിൽ നിന്നും, തൃപ്രയാറുള്ളവർ മുറ്റിച്ചൂർ അഹമ്മദ് ഹാജിയുടെ മഖാമിൽ നിന്നും, വടക്കേക്കാടുള്ളവർ പറയങ്ങാട് മഖാമിൽ നിന്നും, കുന്നംകുളത്തുള്ളവർ പന്നിത്തടം സാദാത്ത് മഖാമിൽ നിന്നും, വടക്കാഞ്ചേരിയിലുള്ളവർ വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ മഖാമിൽ നിന്നും, ചേലക്കരയിലുള്ളവർ കാളിയാർ റോഡ് മഖാമിൽ നിന്നും, തൃശൂരുള്ളവർ കാളത്തോട് മഖാമിൽ നിന്നും സമൂഹ സിയാറത്തിനു ശേഷം സമ്മേളന നഗരിയിലെത്തും. സമസ്ത കേരള ജമയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഘവി തങ്ങൾ പന്തൽ കാൽനട്ടൽ കർമ്മത്തിന് നേതൃത്വം നൽകും. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകും പ്രാർത്ഥനയ്ക്ക്. സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ താഴപ്ര മുഹിദ്ദീൻകുട്ടി മുസ്ലിയാർ, PSK മൊയ്തു ബാഗവി, IMK ഫൈസി, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, CP സൈതലവി ചെങ്ങര, മജീദ് കക്കാട്, N അലി അബ്ദുള്ള, SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തങ്ങൾ, ജനറൽ സെക്രട്ടറി AP അബ്ദുൾ ഹക്കീം അസ്ഹരി, സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് ഖാസിം, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ, ജനറൽ സെക്രട്ടറി PU അലി, PK ബാബാദാരിമി, മുഹിദ്ദീൻകുട്ടി മുസ്ലിയാർ പാലപ്പള്ളി, SMK മഹ്മൂദി, ഗഫൂർ 3 പീടിക, വരവൂർ അബ്ദുൾ അസീസ് നിസാമി, ഹുസൈൻ ഫാളിഹി എറിയാട് എന്നിവർ സന്നിഹിതരാകും. വാർത്താ സമ്മേളനത്തിൽ SYS സംസ്ഥാന സെക്രട്ടറി MM ഇബ്രാഹിം, സംസ്ഥാന സെക്രട്ടറി അബൂബക്കർ പടിക്കൻ, SMA ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് ഒളരി, SYS തൃശൂർ സോൺ പ്രസിഡന്റ് അഷ്റഫ് സലഭി എന്നിവർ പങ്കെടുത്തു. പ്ലാറ്റിനം ഇയറാണ്. 70 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായിട്ട് പ്ലാറ്റിനം ഇയർ സമ്മേളനം ഈ വരുന്ന 27 ഡിസംബർ 27, 28, 29 തൃശ്ശൂരിൽ നടക്കുകയാണ്. ഉത്തരവാദിത്വ മനുഷ്യപ്പിന്റെ രാഷ്ട്രീയം എന്ന ആശയത്തിലാണ് വ്യാപകമായ ക്യാമ്പയിൻ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ മാനവിക യാത്ര, മാനവ സഞ്ചാരം ഈ ഇതിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട AP അബ്ദുൽ ഹക്കീം അസ്സരി നടത്തിയ മാനവ സഞ്ചാരം. കൊളത്തൂർ കൊളുത്തുകാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിന്റെയും ഗോശാല കൃഷ്ണന്റെയും ശിലാസ്ഥാപനം നടത്തി. ക്ഷേത്രം തന്ത്രി എരഞ്ഞനവള്ളി രോഹിത് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മുൻ മേൽശാന്തിമാരായ മോഹനൻ, നീലകണ്ഠൻ, ക്ഷേത്രം മേൽശാന്തി നടുവൻ നാരായണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു.
ശില്പി കണ്ണൻ വലക്കാവ്, സെക്രട്ടറി അരുൺ ബാഗയിൽ, പ്രസിഡന്റ് നാരായണൻ വടുതല, ട്രഷറർ സരിത നാരായണൻകുട്ടി, കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് അനിൽകുമാർ, ശ്രീകല ജയപ്രകാശ്, ഭാഗവത ആചാര്യൻ പുരുഷോത്തമൻ കിഴക്കൂട്ട് എന്നിവർ സന്നിഹിതരായി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 2025 തുറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജനും വനമന്ത്രി AK ശശീന്ദ്രനും അറിയിച്ചു. അടുത്ത വർഷം മെയ് മാസത്തോടെ എല്ലാ പക്ഷിമൃഗാദികളെയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും. പാർക്ക് അതിന്റെ സകല സംവിധാനങ്ങളോടും കൂടെയാണ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുക എന്ന് മന്ത്രി വ്യക്തമാക്കി. പാർക്ക് സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. 2025 സിവിൽ വർക്കുകൾ പൂർത്തിയാക്കി 2025 മെയ് അവസാനത്തോടെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട മൃഗങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനും അവരുടെ ഇങ്ങോട്ട് എത്തിക്കലും പൂർണ്ണമാക്കി നമുക്ക് 2025 തന്നെ, ഒരു കൃത്യമായ തീയതി പറയുന്നില്ല, ബഹുമാനപ്പെട്ട മന്ത്രിയോടുകൂടി ആലോചിച്ച് നമുക്കൊരു കൃത്യമായി 2025 തന്നെ സകല സംവിധാനങ്ങളോടും കൂടി ഇത് തുറക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് പോകണം എന്നാണ് കരുതുന്നത്. എല്ലാവിധത്തിലുള്ള ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വിദ്യാഭ്യാസ കൌൺസിലിന്റെ അംഗീകാരം ലഭിച്ച ആലത്തൂർ ALP സ്കൂളിലെ കമാൻഡോ കിഡ്സ് വിദ്യാർത്ഥികൾ ഇരിങ്ങാലക്കുട ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചു. സംസ്ഥാനത്ത് തന്നെ കമാൻഡോ കിഡ്സ് ആദ്യമായി നടപ്പിലാക്കിയ വിദ്യാലയത്തിലെ ഈ പദ്ധതിയിൽ കായിക പരിശീലനത്തോടൊപ്പം കമ്മ്യൂണിക്കേഷൻ, ലൈഫ് സ്കിൽ പരിശീലനവും നടത്തുന്നു. ഇതിന്റെ ഭാഗമായാണ് ഫയർ സ്റ്റേഷൻ സന്ദർശനം നടത്തിയത്. ഫയർ സ്റ്റേഷനിലെ ഓരോ ഉപകരണങ്ങളെ പരിചയപ്പെടാനും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും കുട്ടികൾക്ക് സാധിച്ചു. ഫയർ സ്റ്റേഷൻ ഇൻചാർജ് ഓഫീസർ സജീവിന്റെ നേതൃത്വത്തിൽ കുട്ടികളെ സ്വീകരിച്ചു. വെള്ളം പമ്പ് ചെയ്യുന്ന വിവിധ ഹോസുകളും, മരം മുറിക്കാനുള്ള ഉപകരണങ്ങളും, ഇരുമ്പ് കട്ട് ചെയ്യുന്ന മെഷീനുകളും, വെള്ളത്തിൽ ഉപയോഗിക്കുന്ന പലതരം ബോട്ടുകളും വടങ്ങളുമെല്ലാം കുട്ടികൾക്ക് അറിവിന്റെയും കൌതുകത്തിന്റെയും നവ്യ അനുഭവങ്ങൾ പകർന്നു നൽകി. ഇതിനുശേഷം വടം ഉപയോഗിച്ച് കുട്ടികളെ താഴേക്കിറക്കിയത് ഏവരും കൌതുകത്തോടെയും ജിജ്ഞാസയോടെയുമാണ് കണ്ടത്. കുട്ടികളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഫയർ ഓഫീസർമാരായ അനൂപ് ബാബു, അക്ഷയ്, കൃഷ്ണരാജ് എന്നിവർ മറുപടി നൽകി. കുട്ടികൾക്കായി ഓഫീസർമാർ മോക്ക് ഡ്രിൽ നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക PM ജിൻസ, PTA പ്രസിഡന്റ് സുനിൽ, ജയരാജ് MJ, അധ്യാപകരായ അനൂപ് CG, ഋഥിക്, KT ഇന്ദിര, AM ഗോവിന്ദ്, AM കാവ്യ, MS എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 30ാമത് ജെറുസലേം കൺവെൻഷൻ 2ാം ദിനം പിന്നിട്ടു. ഫാദർ ഡേവിസ് പട്ടത്, ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ, ഫാദർ ഡൊമിനിക് വളമനാൽ, ഫാദർ സെബാസ്റ്റ്യൻ പൂവത്തിങ്കൽ, ഫാദർ ജിൻസ് ചിങ്കലേൽ, ഫാദർ ദേവസ്യ കാനാട്ട്, ഫാദർ ജോ പാച്ചേരിയിൽ, ഫാദർ സിജോ തയ്യാലക്കൽ എന്നിവരാണ് കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. ഡിസംബർ 8-ന് കൺവെൻഷൻ സമാപിക്കും. രാവിലെ 8 മുതൽ ഉച്ചതിരിഞ്ഞ് 3:30 വരെയാണ് ഓരോ ദിവസത്തെയും ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ജെറുസലേം കൺവെൻഷനിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തുന്നത്. വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 80 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 3 പേർ പിടിയിലായി. 2 പേർ ഓടി രക്ഷപ്പെട്ടു. തമിഴ്നാട് ധർമ്മപുരി സ്വദേശികളായ പൂവരശ, മണി, ദിവിത് എന്നിവരാണ് പിടിയിലായത്. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെ കുണ്ടൂർ ചുങ്കത്തിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. 42ഓളം പൊതികളിലായി ടേപ്പ് ചുറ്റി ഒട്ടിച്ച നിലയിലാണ് 80 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. ഒഡീഷയിൽ നിന്നുമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സൂചന. ബൈക്കുകളിൽ തമിഴ്നാട്ടിൽ എത്തിക്കുന്ന കഞ്ചാവ് അവിടെ നിന്നും ചരക്ക് വാഹനങ്ങളിൽ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് ഇവരുടെ രീതി. വടക്കാഞ്ചേരി, എരുമപ്പെട്ടി, കുന്നംകുളം മേഖലകളിൽ വിതരണത്തിനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി പോലീസും സിറ്റി ഡാൻസ് ഓഫ് ടീമും നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. വടക്കാഞ്ചേരി CI റിജിൻ M തോമസ്, ഗുരുവായൂർ CI പ്രേമാനന്ദ കൃഷ്ണൻ, SI മാരായ അനുരാജ്, പ്രദീപ്, ASI ജിജേഷ്, SCPO അരുൺ ബാബു, ഹോംഗാർഡ് ഓമനക്കുട്ടൻ, സിറ്റി ഡാൻസ് ഓഫ് ടീം എന്നിവർ സംയുക്തമായാണ് കഞ്ചാവ് പിടികൂടിയത്. രക്ഷപ്പെട്ട 2 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷന്റെ 1ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനാകും. റവന്യൂ മന്ത്രി K രാജൻ മുഖ്യാതിഥിയാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, വർഷങ്ങളായി കുടിശ്ശികയുള്ള ക്ഷേമാശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റി ചൊവ്വാഴ്ച കൊടകരയിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച രാവിലെ മേൽപ്പാലത്തിനു സമീപമാണ് ധർണ. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് NSS ഓൾഡ് വളണ്ടിയേഴ്സ് അസോസിയേഷൻ നാവയുടെ സ്നേഹസംഗമം ഓർമ്മയുടെ പൂക്കാലം ബ്രോഷർ പ്രകാശനം ചെയ്തു.
കോളേജ് പ്രിൻസിപ്പൽ ജോളി ആൻഡ്രൂസ് ഉദ്ഘാടനം നിർവഹിച്ചു. നോവ ചെയർമാൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നോവ രക്ഷാധികാരി KJ ജോസഫിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, നോവ രക്ഷാധികാരികളായ VP ആന്റോ, സെബാസ്റ്റ്യൻ ജോസഫ്, NSS പ്രോഗ്രാം ഓഫീസർ VP ഷിൻഡോ, നോവ ഭാരവാഹികളായ മുരളി, PF വിൻസെന്റ്, ടെൽസൺ കോട്ടോളി എന്നിവർ പ്രസംഗിച്ചു. നിങ്ങളിൽ ചിലരെങ്കിലും സ്വന്തം കാറുകൾ പരിചയക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഓടിക്കാൻ നൽകുന്നവരായിരിക്കും. എന്നാൽ നിങ്ങളുടെ കാർ ഒരു സുഹൃത്തിന് കടം കൊടുക്കുന്നത് ചിലപ്പോൾ നിരവധി നിയമപരമായ പ്രശ്നങ്ങൾക്കിടയാക്കിയേക്കും. റിപ്പോർട്ട് കാണാം. ഇന്ത്യയിലെ ചില ഇൻഷുറൻസ് പോളിസികളിൽ ഇൻഷുർ ചെയ്ത കാർ ആർക്കൊക്കെ ഓടിക്കാം എന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. ഇന്ത്യൻ നിയമപ്രകാരം കാർ ഇൻഷുറൻസ് നിർബന്ധമാണ്. എല്ലാ വാഹനങ്ങൾക്കും കുറഞ്ഞത് മൂന്നാം കക്ഷി ബാധ്യതാ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അത് അപകടമുണ്ടായാൽ മറ്റുള്ളവർക്ക് കേടുപാടുകൾ വരുത്തും. നിങ്ങളുടെ കാർ ഒരു സുഹൃത്തിന് കടം കൊടുക്കുകയും അവർ അപകടമുണ്ടാക്കുകയും ചെയ്താൽ നിങ്ങളുടെ മൂന്നാം കക്ഷി ബാധ്യതാ ഇൻഷുറൻസ് സാധാരണയായി മൂന്നാം കക്ഷികൾക്ക് വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് പരിരക്ഷ നൽകും. നിങ്ങളുടെ സ്വന്തം വാഹനത്തിന്റെ കേടുപാടുകൾ പരിരക്ഷിക്കുന്ന ഒരു സമഗ്ര ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കാർ ഓടിക്കാൻ സാധ്യതയുള്ള അനുമതി ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ സുഹൃത്ത് പരിരക്ഷിക്കപ്പെടണം. എങ്കിലും മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുകയോ ആണെങ്കിൽ ഈ കവറേജ് അസാധുവാക്കിയേക്കാം. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ കാർ ഓടിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ പിഴയുടെയും ബാധ്യത സാധാരണയായി ഡ്രൈവർക്കാണ്. എന്നിരുന്നാലും വാഹനത്തിന്റെ ഉടമ എന്ന നിലയിൽ കാർ ഗതാഗതയോഗ്യമായ അവസ്ഥയിലാണെന്ന് ഉറപ്പാക്കുന്നതിന് നിങ്ങൾ എപ്പോഴും ബാധ്യസ്ഥനായിരിക്കും. പ്രത്യേകിച്ചും നിങ്ങളുടെ സുഹൃത്തിന്റെ ലംഘനം മെക്കാനിക്കൽ തകരാറിൽ നിന്നോ നിങ്ങൾ അവഗണിച്ച മറ്റ് പ്രശ്നങ്ങളിൽ നിന്നോ ഉണ്ടായാൽ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ കാർ ഓടിക്കുകയാണെങ്കിൽ അത് സംഭവത്തിന്റെ തീവ്രതയനുസരിച്ച് പിഴ, ലൈസൻസ്, സസ്പെൻഷൻ അല്ലെങ്കിൽ തടവ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. കൂടാതെ നിങ്ങളുടെ സുഹൃത്ത് മദ്യപിച്ചൊരു അപകടമുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കേടുപാടുകൾക്കോ പരിക്കുകൾക്കോ പരിരക്ഷ നൽകില്ല. നിങ്ങളുടെ കാർ ധനസഹായത്തിലോ പാട്ടത്തിനോ എടുത്തതോ ആണെങ്കിൽ നിങ്ങളുടെ ലോണിന്റെയോ പാട്ട കരാറിന്റെയോ നിബന്ധനകൾ നിങ്ങൾ അവലോകനം ചെയ്യണം. ചില സന്ദർഭങ്ങളിൽ ധനകാര്യ സ്ഥാപനത്തിന് കാർ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നതിന് നിരോധിക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതോ ആയ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കാം. ഈ നിബന്ധനകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നത് സാമ്പത്തികവും നിയമപരവുമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാം. ഒരു സ്വകാര്യ വാഹനമായി രജിസ്റ്റർ ചെയ്ത കാർ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെങ്കിൽ വാഹനം ദുരുപയോഗം ചെയ്തതിന് നിങ്ങൾക്ക് അധികാരികളിൽ നിന്ന് പിഴകൾ നേരിടേണ്ടി വരും. കാർ അതിന്റെ രജിസ്റ്റർ ചെയ്ത ഉദ്ദേശത്തിന് അനുസൃതമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ കാർ ഓടിക്കുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്ത് ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ നിങ്ങൾ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നേരിട്ട് ക്രിമിനൽ ബാധ്യസ്ഥനാകാൻ സാധ്യതയില്ലെങ്കിലും നിയമപാലകർ നിങ്ങളുടെ പങ്കാളിത്തവും അന്വേഷിക്കുമെന്നത് ഉറപ്പാണ്. ഇത് അനാവശ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. നിങ്ങളുടെ സുഹൃത്ത് ഒരു അപകടത്തിൽപ്പെടുകയും മൂന്നാം കക്ഷി നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ വാഹന ഉടമ എന്ന നിലയിൽ നിങ്ങളെയും നിയമ നടപടികളിൽ ഉൾപ്പെടുത്താം. പോളിസികളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയും വാഹന ഉടമകൾക്ക് ഉണ്ടായിരിക്കണം. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് 2024-25 വർഷത്തെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് 10% തുക അധികമായി ലഭിക്കും. ഭിന്നശേഷി ഉള്ളവരും ഹോസ്റ്റലറായിട്ടുള്ളവരും അതുമായി ബന്ധപ്പെട്ട സാക്ഷ്യപത്രം കൂടി നിലവിൽ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഹാജരാക്കണം. വിദ്യാർത്ഥികൾക്ക് ആധാർ സീഡഡ് അക്കൌണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ. 3 മുറി മാമ്പ്രക്കാരൻ തോമസ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെണ്ടൂർ കാർത്തിക് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ മുരിയാട് തെക്കേടത്ത് കളരിക്കൽ കാർത്തികേയൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലീനയാണ് ഭാര്യ. അനുശ്രീ, അഭിനവ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും.
പുതുക്കാട് റെയിൽവേ മെയിൻ ഗേറ്റ് ഒടിഞ്ഞു വീണു. ലോറി ഇടിച്ചതിനെ തുടർന്നാണ് റെയിൽവേ ഗേറ്റ് തകരാറിലായത്. ദേശീയപാത കൊളത്തൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസും KSRTC സ്വിഫ്റ്റ് ബസും കൂട്ടിയിടിച്ച് 3 തീർത്ഥാടകർക്ക് പരിക്ക്. കൃഷിസ്ഥലം മാറിയിട്ടും കാട്ടാന ശല്യം വിടാതെ പിന്തുടർന്നതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിൽ മറ്റത്തൂരിലെ കർഷകൻ. പ്രസിദ്ധമായ കൊടകര ഷഷ്ഠി ശനിയാഴ്ച ആഘോഷിക്കും. ഷഷ്ഠികളുടെ ഷഷ്ഠി എന്നറിയപ്പെടുന്ന കൊടകരയുടെ ദേശീയ ഉത്സവം അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കങ്ങൾ തട്ടകത്ത് പൂർത്തിയായി കഴിഞ്ഞു. സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയറിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽക്കാൽ നാട്ടൽ തിങ്കളാഴ്ച വൈകിട്ട് 4-ന് ആമ്പല്ലൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊളത്തൂർ കൊളുത്തുക്കാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിന്റെയും ഗോശാല കൃഷ്ണന്റെയും ശിലാസ്ഥാപനം നടത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.